നികുതിയുടെ വർധനവടക്കം എല്ലാം സംഭവിച്ചത് മദ്യവുമായി ബന്ധിപ്പിച്ചാണ്. വലിയ ചർച്ചയാണ് മദ്യവുമായി ബന്ധിപ്പിച്ച് നടന്നത്. ഏതായാലും സാമ്പത്തിക ഞെരുക്കം കുറയ്ക്കാനും മദ്യത്തെ ആശ്രയിക്കുന്ന രീതിയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾക്ക്, ഭരണകക്ഷി നേതാക്കൾക്ക്. അതേ സംബന്ധിച്ച വർത്തമാനം പുറത്തിലെങ്കിലും തരാൻ മലയാള മനോരമ പോലും നിർബന്ധിതമാകുന്നു. കാണുക, പി കിഷോർ ആ വാർത്ത തരുന്നതിങ്ങനെ: മദ്യത്തിൽ നിന്നുള്ള വരുമാന നഷ്ടം കാര്യമാക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ശേഷം സാമ്പത്തിക ഞെരുക്കം മാറ്റാനായി അധിക വരുമാന സമാഹരണത്തിന് സർക്കാർ ആശ്രയിക്കുന്നത് പ്രധാനമായും മദ്യത്തെ. 2000 കോടിയിലേറെ അധിക നികുതി വരുമാനം സൃഷ്ടിക്കുന്ന നടപടികൾ പ്രഖ്യാപിച്ചപ്പോൾ ആ തുകയുടെ 60% അഥവാ 1230 കോടി രൂപ മദ്യ വിൽപ്പനയിൽ നിന്നാണ് ഈടാക്കാൻ പോകുന്നത് എന്നത് കൗതുകകരമായിരിക്കുന്നു എന്നാണ് മനോരമ പോലും ഇന്ന് പറഞ്ഞിരിക്കുന്നത്. LDFിൻ്റെ കൺവീനർ വൈക്കം വിശ്വനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം വാർത്തകൾ പേജിൽ മാതൃഭൂമി തരുന്നു. കാണുക, വൻ പ്രക്ഷോഭത്തിന് തുടക്കമിടുമെന്ന് വൈക്കം വിശ്വൻ. സർക്കാർ പ്രഖ്യാപിച്ച അധിക നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ പ്രക്ഷോഭത്തിന് തുടക്കമിടുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. LDF ഗവൺമെൻറ് 2008 വെള്ളക്കരം കൂട്ടിയത് ഇരട്ടിയിലേറെയായിരുന്നു എന്ന് PJ ജോസഫ് ആ വകുപ്പ് മന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ആ വാർത്തയും അതേ പേജിൽ തന്നെ മാതൃഭൂമി തരുന്നു. അതിങ്ങനെ: LDF സർക്കാർ 2008 വെള്ളക്കരം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി PJ ജോസഫ്. 1999 10,000 ലിറ്ററിന് 20 രൂപ ആയിരുന്നത് 2008 40 രൂപയാക്കി. അതേസമയം ഈ സർക്കാർ 10,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് വർധന വരുത്തിയിട്ടില്ല എന്നാണ് PJ ജോസഫിന് വാദിക്കാനുള്ളത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നികുതിയുടെ ദ്രോഹ ചരിത്രം. വാർത്ത കാണുക, കേരള കൗമുദി ലീഡ് വാർത്ത തരുന്നു. ഇപ്പോൾ വെള്ളത്തിൻ്റെ കരം വർദ്ധിപ്പിച്ചു, അതുമാതിരി തന്നെ വിവിധ രംഗങ്ങളിൽ കരം വർദ്ധിപ്പിച്ചു. അത്തരം സാഹചര്യത്തിൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല അരിശം എന്നാണ് കേരള കൗമുദി പറയുന്നത്. നികുതി ദ്രോഹ ചരിതം 2ാം ദിനം. ഡീസൽ പെട്രോൾ സെസ് വരാൻ പോകുന്നു. ഇനിയും ഇരുട്ടടി വരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: കഴിഞ്ഞ ദിവസത്തെ നികുതി വരുമാന വർധനകൾക്ക് പുറമേ റോഡ് അറ്റകുറ്റപ്പണിക്ക് തുക കണ്ടെത്താൻ പെട്രോളിനും ഡീസലിനും 1% താൽക്കാലിക സെസ് ഏർപ്പെടുത്താനുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിർദ്ദേശം സർക്കാർ പരിഗണിക്കുന്നു. ഇതുകൂടാതെ പെട്രോൾ വില നേരത്തെ വർദ്ധിപ്പിച്ചപ്പോൾ ഒഴിവാക്കിക്കൊടുത്ത സംസ്ഥാന നികുതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ലിറ്ററിന് 37 പൈസയുടെ വർധനമാണ് ഇതിലൂടെ സംഭവിക്കുക. ഇക്കാര്യം നികുതി വകുപ്പിൻ്റെ ശുപാർശകളിൽ പെട്ടതായതിനാൽ ഇതിന് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതി ആവശ്യമില്ല. നിലവിലുണ്ടായിരുന്ന നികുതി പുനഃസ്ഥാപിക്കൽ മാത്രമാണിത്. ഓരോ ഘട്ടത്തിലും ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്ന സമയത്ത് അതുമായി ബന്ധിപ്പിച്ച നികുതി ഒഴിവാക്കിയിരുന്നു കേരള സർക്കാർ. അത് മാറ്റുന്നു ഇത്തവണ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ദ്രോഹചരിതം തീരുന്നില്ല. അതിൻ്റെ 2ാം ദിനം തുടങ്ങാനിരിക്കുന്നേയുള്ളൂ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് അത്ഭുതപ്പെടുന്നു കേരള കൗമുദി ഈ വാർത്തയിലൂടെ. ഇനി ഇതെല്ലാം ഏർപ്പെടുത്തി എന്ന് വിചാരിക്കുക, അതുകൊണ്ട് പ്രതിസന്ധി തീരുമോ? പ്രതിസന്ധിയൊന്നുമില്ല, ചില്ലറ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. എങ്കിലും മംഗളം എന്ന പത്രം പറയുന്നത് കാണുക, ഇതൊക്കെ ആയാലും തീരില്ല പ്രതിസന്ധി എന്ന ശീർഷകത്തിലാണ് കേരളത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ മംഗളം അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ ആവിഷ്കരിക്കുന്നത്. ആർ സുരേഷ് ആ വാർത്ത തരുന്നത് ഇങ്ങനെ: ഖജനാവ് നിറയ്ക്കാൻ ജനത്തിന് അധിക നികുതി അടിച്ചേൽപ്പിച്ച സർക്കാർ നടപടി അപ്രായോഗികം. അധിക നികുതിയിലൂടെ 2100 കോടി രൂപ കണ്ടെത്താനുള്ള സർക്കാർ നീക്കം ഉദ്ദേശിച്ച ഫലം ചെയ്യില്ല എന്നാണ് അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ സർക്കാർ അധികാരമേറിയ ശേഷം അവതരിപ്പിച്ച 3 ബജറ്റുകളിലായി 4206.73 കോടിയുടെ അധിക വിഭവ സമാഹരണം ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ നികുതി പിരിവ് ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. അതാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്ന് പറയുമ്പോൾ ഇനി 2000-ഓ 4000-ഓ കോടി രൂപയുടെ നികുതി കൂടി ആവിഷ്കരിച്ച് നടപ്പാക്കിയാലും അതൊന്നും പിരിക്കാനുള്ള ഒരു വൈഭവവും ഈ സർക്കാരിനില്ലാത്തത് കൊണ്ട് പ്രതിസന്ധിയൊന്നും തീരാൻ പോകുന്നില്ല എന്ന നിരീക്ഷണം തന്നെയാണ് മംഗളം ഇന്ന് 1-ാം പേജിൽ ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്.